ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ. കാരണം ഞാൻ ഈ ഫസ്റ്റ് റീൽ ഇങ്ങനെ ഒരു സീരീസ് ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്ത് ഫസ്റ്റ് റീൽ ഇട്ടതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന കമന്റ് എങ്ങനെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതണം എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ ഒരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷന് NHS ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അപ്പൊ ഇന്ന് നമുക്ക് ആ ഒരു പാർട്ട് കവർ ചെയ്യാം കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് സപ്പോർട്ടിംഗ് ഇൻഫർമേഷനാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റെസ്യൂമെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കും. അവിടെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എഴുതി പിടിപ്പിക്കാവുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഈ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഞാൻ യൂഷ്വലി സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതുമ്പോൾ ഫോളോ ചെയ്യുന്നത് ഒരു ടൈലർ മെയ്ഡ് അപ്രോച്ച് ആണ്. കാരണം ഞാനൊരു ജോബ് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്യും. അവരെന്താണ് ആ ജോബിന് എക്സാക്ട്ലി ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അതൊന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതുകയാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് തുടക്ക സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഉണ്ടാക്കി വെച്ച് അത് എല്ലായിടത്തും കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് ഫോളോ ചെയ്യരുത്. കാരണം അത് നിങ്ങൾക്ക് റിജക്ഷൻ മാത്രമേ തരത്തുള്ളൂ. നമ്മൾ എപ്പോഴും സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതുമ്പോൾ എന്താണോ ജോബ് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതി ഉണ്ടാക്കണം. അതിനുവേണ്ടി കുറച്ച് അധിക സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ അത് ഒരിക്കലും നഷ്ടമായിട്ട് വിചാരിക്കേണ്ട. നിങ്ങൾ ഉറപ്പായിട്ടും ഷോർട്ട് ലിസ്റ്റഡ് ആയിരിക്കും. NHS ആപ്ലിക്കേഷൻസ് ഇരുന്നവർക്കറിയാം, നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, വർക്ക് എക്സ്പീരിയൻസ് ഇതെല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതാനായിട്ട് വരുന്നത്. എനിക്ക് നിങ്ങളോട് ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ചിലപ്പോൾ അതെല്ലാം സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ യൂഷ്വലി നമ്മൾ ചിന്തിക്കും, ഓൾറെഡി നമ്മൾ അത് മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് താഴെ ഒന്നും കൂടെ എഴുതി വെക്കുന്നത്, നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ എഴുതാമല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ അതുപോലെ എക്സ്പീരിയൻസുകളുടെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതണം. അപ്പൊ ഞാനിപ്പോ എന്റെ കയ്യില് ഒരു ജോബിനെ ജസ്റ്റ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങളോട് സംസാരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊരു റിസപ്ഷൻ കോർഡിനേറ്ററുടെ പോസ്റ്റാണ് സെൻട്രൽ ലണ്ടനിൽ. അപ്പൊ നമുക്ക് അതിന്റെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എങ്ങനെ എഴുതണം എന്ന് നോക്കാം. ജോബിന്റെ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിയുമ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് പേഴ്സണൽ സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു PDF കാണും. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ആ PDF ഓപ്പൺ ചെയ്യാം. അതിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ടേബിൾ തിരിച്ച് കൊടുത്തിട്ടുണ്ടാവും. ഫാക്ടേഴ്സ്, ക്രൈറ്റീരിയ ആൻഡ് അസസ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പേഴ്സണൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എന്തൊക്കെയാണ് എസെൻഷ്യൽ ക്രൈറ്റീരിയ, എന്തൊക്കെയാണ് ഡിസൈറബിൾ ക്രൈറ്റീരിയ എന്ന് ഒരു ടേബിൾ തിരിച്ച് കൊടുത്തിട്ടുണ്ടാവും. ആ ടേബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിനകത്ത് അസസ്മെന്റ് മെത്തേഡിനകത്ത് ആപ്ലിക്കേഷൻ വെച്ച് അസസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും, ഇന്റർവ്യൂവിൽ നിന്ന് അസസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. ആപ്ലിക്കേഷൻ മാത്രം വെച്ച് അസസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതുമ്പോൾ കൊടുക്കണം. കാരണം ചില കാര്യങ്ങൾ ഇന്റർവ്യൂ മാത്രം വെച്ചിട്ടായിരിക്കും അവർ അസസ് ചെയ്യുന്നത്, ചിലപ്പോൾ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ വെച്ചിട്ട് മാത്രമായിരിക്കും അസസ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ വെച്ച് മാത്രം അസസ് ചെയ്യുന്നത്, അതായത് ആപ്ലിക്കേഷൻ വെച്ച് മാത്രം അസസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നമ്മുടെ ഫൈനൽ സ്കോർ വരുന്നത് ആപ്ലിക്കേഷനും ഇന്റർവ്യൂവിനും നമ്മൾ സ്കോർ ചെയ്യുന്ന മാർക്കിന്റെ ടോട്ടൽ ആയിരിക്കും. സോ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇതൊരു ഫുൾ ആയിട്ടൊന്നും കവർ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് ഇതിനകത്ത് കീവേഡുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് എങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പൊ ഇതിനകത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഒരു പറഞ്ഞേക്കുന്നത് ഗുഡ് ലിറ്ററസി ആൻഡ് ന്യൂമറിക്കൽ സ്കില്ലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു പാർട്ടാണ് കേട്ടോ അത്. കാരണം നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോ ഒന്നെങ്കിൽ ഡിഗ്രി ഉള്ളവരോ അല്ലെങ്കിൽ PG ഉള്ളവരോ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും ലിറ്ററസി ആൻഡ് ന്യൂമറിക്കൽ സ്കിൽ ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മളത് മിക്കപ്പോഴും താഴെ എഴുതാൻ വിട്ടുപോകാറുണ്ട്, സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിൽ എഴുതാൻ വിട്ടുപോകാറുണ്ട്. സോ നമ്മൾ പറ്റുമെങ്കിൽ സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിലെ കീവേഡുകൾ ഓരോ ഹെഡിങ്ങുകളായിട്ട് കൊടുത്ത് അതിന്റെ താഴേക്ക് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ ബെറ്റർ. എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് വർക്കായിട്ടുള്ള കാര്യം അതാണ്. ഞാൻ കീവേഡുകൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഓരോ ഹെഡാക്കി വെച്ചിട്ട് എങ്ങനെ ഞാനത് ജസ്റ്റിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഞാനത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് എഴുതുകയാണ് ചെയ്യാറ്. അപ്പോൾ ഗുഡ് ലിറ്ററസി ആൻഡ് ന്യൂമറിക്കൽ സ്കില്ല് എന്നുള്ള പാർട്ടിൽ ഇപ്പം എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ
PG ആണ്, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റിൽ. അതുകൂടാതെ എനിക്കൊരു അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോ എന്റെ എഡ്യൂക്കേഷനും എന്റെ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടും ഞാൻ അവിടെ കൊടുക്കും. അതിനുശേഷം ഈ 2 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ടും അതാണ് എന്റെ ജസ്റ്റിഫിക്കേഷൻ. ഇതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ക്രൈറ്റീരിയ ഈസി ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. എനിക്ക് ഗുഡ് ലിറ്ററസി ആൻഡ് ന്യൂമറിക്കൽ സ്കിൽ ഉണ്ട് എന്ന് തന്നെ നമ്മൾ അവിടെ എഴുതി വെക്കണം. പിന്നെ വന്നു കഴിയുമ്പോൾ NVQ ലെവൽ 3 ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഡിഗ്രി ലെവലുള്ള ഒരാൾക്ക് ഇവിടെ, അല്ലെങ്കിൽ PG ഉള്ള ഒരാൾക്ക് ഇവിടെ NVQ ലെവൽ 3 എന്നുള്ള ക്രൈറ്റീരിയ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. പിന്നേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു പാരഗ്രാഫ് അവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് തന്നെ ഒരു ഹെഡ് കൊടുത്തിട്ട് അതിന്റെ താഴേക്ക് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് എഴുതുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇൻ കേസ് നിങ്ങൾ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അക്കാഡമിക് ടൈമില് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊരു ID പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഫ്രഷർക്ക് നമുക്ക് അതെല്ലാം അവിടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ എന്റെ PG ടൈമിൽ ഇവിടെ UK വന്നതിന് ശേഷം PG ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഒരു കൺസൾട്ടൻസി ചെയ്തിരുന്നു, ഒരു പ്രൊജക്ട് കൺസൾട്ടൻസി ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അതെന്റെ എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ കാണിക്കാൻ പറ്റും. അതെന്റെ അക്കാഡമിക് പാർട്ട് ആയിരുന്നെങ്കിൽ കൂടി നമുക്ക് അവിടെ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു ഫ്രഷർ ആണ്, എക്സ്പീരിയൻസ് ഇല്ലാന്ന് ഓർത്തൊരിക്കലും ടെൻഷൻ ആവണ്ട. ഇങ്ങനൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം ഡേറ്റാബേസ് അറിയണം, സ്പ്രെഡ്ഷീറ്റ് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ എന്തൊക്കെ നമുക്ക് അറിയാം എന്നുള്ളത് മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജസിൽ ചിലപ്പോൾ എക്സൽ, പവർ പോയിന്റ്, സ്പ്രെഡ്ഷീറ്റ് അതെല്ലാം എണ്ണി നിങ്ങൾ പറയുകയാണെങ്കിൽ അതെല്ലാം നല്ലതായിരിക്കും. അതെല്ലാം ഒരു കീവേഡുകളായിട്ട് വരും. നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതെല്ലാം എഴുതുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ഡിസേബിൾ ക്രൈറ്റീരിയ പറഞ്ഞേക്കുന്നത് എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് വിത്ത് പേഷ്യൻസ് ആൻഡ് കെയറേഴ്സ് ഇൻ പബ്ലിക് സെക്ടർ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ഇൻ എ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്, നോളജ് ഓഫ് പെറ്റി ക്യാഷ് ആൻഡ് സ്റ്റോക്ക് ഓർഡറിംഗ് പ്രോസസ്. അപ്പം നമ്മൾ എല്ലാവരും ഒന്നും ഹെൽത്ത് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കില്ലല്ലോ. അപ്പൊ എനിക്ക് ഹെൽത്ത് ഫീൽഡിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ആ ടൈമിൽ ഈ ഹെൽത്ത് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ പേഷ്യന്റ് ഇന്ററാക്ഷൻ വേണം എന്നൊക്കെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ കൊടുക്കാറ് നമ്മുടെ നാട്ടില് ഈ NSSല്, അല്ലെങ്കിൽ സ്കൗട്ടില്, അല്ലെങ്കിൽ റെഡ് ക്രോസിലൊക്കെ മെമ്പേഴ്സ് ആയിട്ടുള്ളവരായിരിക്കും. അപ്പൊ ഞാൻ റെഡ് ക്രോസിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ അവിടെ കൊടുക്കാറ്. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ശരിക്കും സില്ലി ആയിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ വിട്ടുകളയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് ചിന്തിക്കുന്നതാണ്. പക്ഷെ അത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഡയറക്ട്ലി ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് നമുക്കിവിടെ കാണിക്കാനായിട്ട് പറ്റും. ഒന്നും എഴുതാതെ വിടുന്നതിനേക്കാളും നല്ലതാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും നിങ്ങൾ അവിടെ എഴുതുന്നത്. പിന്നെ ഇവിടെ കോൺഫിഡൻഷ്യാലിറ്റി, ഒരു ഇമ്പോർട്ടന്റ് കീവേഡ് ആണ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് അറിയാം. എല്ലാ ജോബ് ആപ്ലിക്കേഷനകത്തും കോൺഫിഡൻഷ്യാലിറ്റി എന്നൊരു ടേം നിങ്ങൾ ഉറപ്പായിട്ടും കാണും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കോൺഫിഡൻഷ്യാലിറ്റിയെ കുറിച്ച് ഒരു ബേസിക് നോളജ് ഉണ്ട്, നിങ്ങൾ അത് ഫോളോ ചെയ്യാൻ വില്ലിംഗ് ആണെന്നെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഉറപ്പായിട്ട് എഴുതി വെക്കുക. അത് തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കീവേഡ് ആണ് കേട്ടോ, ട്രസ്റ്റ് വാല്യൂസ്. അത് ഓൾമോസ്റ്റ് എല്ലാ ജോബിലും ഈ ട്രസ്റ്റ് വാല്യൂസ് ഫോളോ ചെയ്യാൻ റെഡി ആവണമെന്ന്, അതിപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ട്രസ്റ്റ് വാല്യൂസ് ഫോളോ ചെയ്യാൻ റെഡി ആവണമെന്ന് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇടുന്നതിന് മുന്നേ ആ ട്രസ്റ്റിന്റെ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രസ്റ്റിന്റെ വാല്യൂ കെയർ, കമ്പാഷൻ, ട്രസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഓരോന്നും ഇപ്പൊ ട്രസ്റ്റ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ട്രസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ കമ്പാഷൻ, റെസ്പെക്ട്, ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും.
പിന്നെ ഞാൻ ഈ പറയുന്നതെല്ലാം എന്റെ ഒരു എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലാണ് കേട്ടോ. അത് ചിലപ്പോൾ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ ഇടണം. ഇത് ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇപ്പൊ ഇതിനകത്തൊരു സ്കിൽസ് ആൻഡ് നോളജിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സെൽഫ് മോട്ടിവേറ്റഡ് എന്നൊരു ടൈം കാണാം. അതൊരു ഹെഡിങ് ആയിട്ട് തന്നെ കൊടുക്കുക, സെൽഫ് മോട്ടിവേറ്റഡ്. ഇനി പിന്നെ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ സെൽഫ് മോട്ടിവേറ്റഡ് ആണ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോ ഒരു ലിമിറ്റഡ് സൂപ്പർവിഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്, അത് നിങ്ങൾക്ക് അവിടെ കാണിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ഗുഡ് ടൈപ്പിംഗ് സ്കില്ല് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കീബോർഡ് സ്കില്ല് എല്ലാം എടുത്തു പറയാൻ പറ്റും. കാരണം നല്ലൊരു ടൈപ്പിംഗ് സ്കില്ലുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ ഇത്ര വേർഡ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അങ്ങനെ നമുക്കത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് അവിടെ എഴുതാനായിട്ട് പറ്റും. അപ്പം എനിക്ക് ക്ലിയർ ആയിട്ട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് പറഞ്ഞേക്കുന്ന പോയിന്റുകളെല്ലാം അതെല്ലാം ഒരു ഹെഡിങ് ആയിട്ട് എഴുതി കൊടുത്ത് എഴുതാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എനിക്ക് വർക്കായ ഒരു മെത്തേഡ് അതാണ്. ഓരോ ഹെഡിങ്ങിന്റെയും താഴെ മാക്സിമം നിങ്ങൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസുകൾ സഹിതം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവാൻ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി നിങ്ങളൊരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതുമ്പോൾ ഈ ടിപ്പൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതൊക്കെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ട്, എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്തിടുക. നമുക്ക് അറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിന് റിപ്ലൈ തരാം. അതുപോലെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതോടെ വരെ ബൈ ബൈ.